ഈ കുട്ടികളൊക്കെ ഇപ്പോൾ ലിവിങ് ടുഗദറാണ്. എന്താ അതിൻ്റെ ഡിഫിക്കൽട്ടീസ്, അതിൻ്റെ പ്രോബ്ലംസ് അറിയണ്ടേ? ഈ ആകെ ഉള്ളത് എന്താ, ആകെ ഒരു എമർജൻസി ബില്ലുണ്ട്. അവിടെ ഇവിടെയൊക്കെ തോന്നിയായിരിക്കും എമർജൻസി ബില്ലും കഴിക്കും. എന്നിട്ട് പീരീഡ് മിസ് ചെയ്യും, പീരീഡ് ഇറഗുലർ ആയിട്ട് ഓടി വരും. പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരുഷനാളങ്ങ് പോയി കഴിഞ്ഞു. ഈ ഇലയും മുള്ളെന്നൊക്കെ പറയാനുള്ള പരിപാടി. മുള്ള് വന്ന് ഇവിടെ ഇരുന്ന് മുള്ളിൻ്റെ പാട്ടിനും പോയി. ഈ ഇല അത് അങ്ങനെയാണ് 5 മാസം വരെ പോയിട്ട് വീട്ടിൽ പോലും പറയാൻ ധൈര്യമില്ലാത്ത ആ കുട്ടിയായി മാറിയതേ ഒരു പ്രഗ്നൻസി. ഈ കൊച്ചു പിള്ളേർ ഈ 5 വയസ്സ് വരെയൊക്കെ കെട്ടിക്കൊണ്ട് സ്കേർട്ടൊക്കെ കെട്ടിക്കൊണ്ട് നടക്കും, ആരും അറിയില്ല പ്രഗ്നൻസി. എന്നിട്ട് അവർ പ്രീറ്റേം ഡെലിവറി ആയിട്ട് ആ കുട്ടി എത്ര കഷ്ടം സഹിച്ചിട്ടുണ്ട് ആ കുട്ടിയെ. അവരുടെ ഞാൻ വിചാരിച്ചു സ്കൂളിലൊക്കെ ഇതൊക്കെ പഠിപ്പിക്കുമ്പോഴേ ആ ഭാഗമൊന്നും ടച്ച് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മാഡം കുറച്ചും കൂടെ പാരൻസിന്റെ സൈഡിൽ നിന്നും കൂടി ഇപ്പോൾ സപ്പോർട്ട് വേണം. സപ്പോർട്ട് മാത്രമല്ല, എനിക്ക് തോന്നുന്നു നമ്മളുടെ പാരൻസ് സംസാരിക്കുന്നില്ല ഇപ്പൊ കുട്ടികളോട്. കാണുന്നില്ലല്ലോ. മെൻസസ് തുടങ്ങുമ്പോൾ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, റീപ്രൊഡക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവരുടെ ചാപ്റ്റർ സ്കൂളിൽ ഉണ്ട്.